നമ്മളെല്ലാവരും ഇന്ന് കണ്ടൊരു ന്യൂസാണ് ഡോക്ടർ ഷഹനയുടെ ആ ഒരു ന്യൂസ്. അതായത് അനസ്തേഷ്യ മരുന്ന് കൂടുതൽ എമൗണ്ടിൽ കുത്തിവെച്ചിട്ട് അവരുടെ ജീവൻ ഇല്ലാതായി. അതിൽ ഏറ്റവും രസം അത് എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളതാണ്. സ്ത്രീധനം, എഗെയിൻ സ്ത്രീധനം. ഇനി എത്ര സ്ത്രീധന മരണങ്ങൾ ഇവിടെ നടക്കും അല്ലേ? മരണം തന്നെ, കൊലപാതകം അതാണ് പറയുന്നത്. സ്ത്രീധനം റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന കൊലപാതകങ്ങൾ തന്നെ എന്തിനാ പറയേണ്ടത്? ഇത് ചോദിക്കാൻ പാടില്ല, ഇതിന്റെ ആവശ്യം എന്തിനാ? കിട്ടുന്നത് വാങ്ങാൻ മിണ്ടാതിരിക്കുക, അതൊരു ഫാക്ട്. ഇനി കിട്ടുന്നതും വേണ്ട, ഒന്നും വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ തരരുത് എന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്യുക. പിടിച്ചു പറിച്ച് ഈ JCBന്റെ കൈയുണ്ടല്ലോ ഇങ്ങനെ തോന്നിയിട്ട് ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ. ഈ പരിപാടി എടുക്കുന്ന കുറേ വീട്ടുകാരുണ്ട് അല്ലേ, ഇഷ്ടം പോലെ ടീമുണ്ട്. ഇതന്നെ വരെ വിചാരം. ഒരു ആൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓനെ കൊണ്ട് മാക്സിമം സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി. ഇതിങ്ങനെ വെച്ച് അവർക്ക് മകളുണ്ടെങ്കിൽ മകൾക്ക് എത്രയാണ് കൊടുത്തത് അതിനിരട്ടി. അതെ, അല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ടച്ചിങ് ആയി തോന്നിയത് രണ്ടാളുകൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക, എന്നിട്ട് അതിന്റെ ഇടയിൽ സ്ത്രീധനം വില്ലനാവുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അവസ്ഥയാണ്. അത് ആ പയ്യനാണ് പ്രപ്പോസ് ചെയ്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയതും ആ കുട്ടി അതിനനുസരിച്ച് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു. എന്താണെങ്കിലും ആ ന്യൂസ് ഒന്ന് വേണം. എല്ലാവർക്കും വേണ്ടത് പണമാണ്, എല്ലാത്തിലും വലുത് പണമാണ്. നൊമ്പരങ്ങളൊക്കെയും ചുരുങ്ങിയ വാക്കുകളിൽ എഴുതിവെച്ചാണ് 26-കാരി ഡോക്ടർ ഷഹന ജീവനൊടുക്കിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം 2ാം വർഷ PG വിദ്യാർത്ഥിനിയായിരുന്നു. തിങ്കളാഴ്ച രാത്രി ഡ്യൂട്ടിക്ക് എത്താതിരുന്നതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ സഹപാഠികളാണ് മൃതദേഹം കണ്ടെത്തിയത്. മരുന്ന് കുത്തിവെച്ച് മരിച്ച നിലയിലായിരുന്നു. സഹപാഠിയായ ഡോക്ടർ വിവാഹാലോചന മുറുകിയതിനു ശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ പിന്മാറിയത് വിദ്യാർത്ഥിനിയെ തകർത്തു കളഞ്ഞെന്ന് കുടുംബം. വിവാഹാലോചന വന്നായിരുന്നു. ഒരു 50 പവനും 50 ലക്ഷം രൂപയുടെ സ്വത്തും ഒരു കാറില്ലെങ്കിൽ 50 അതിന് പറഞ്ഞ സ്വർണ്ണം എന്താ കൊടുക്കാമെന്ന് പറഞ്ഞു. നോർമൽ ഒരു ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു. പുള്ളിക്ക് അതിൽ വില്ലിങ് അല്ലായിരുന്നു. പുള്ളിക്കാരൻ കൈവിട്ടതോടുകൂടി അനിയത്തി അല്പം ഡിപ്രഷനിലായി. ഇങ്ങനെയുള്ളവരൊന്നും പ്രേമിക്കാതിരിക്കും അല്ലേ? അതായത് ഈ സ്വർണവും പൈസയും കാറും കണ്ട് മാത്രം പ്രേമിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് പ്രേമം എന്ന് പറയില്ല, അതിനൊരു ബിസിനസ്സേ പറയുള്ളൂ. എനിക്ക് വേറൊരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ബിസിനസ് മെന്റാലിറ്റിയിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ നാളെ പോയിട്ട് എന്ത് ചെയ്യും? സുഖമായിട്ട് അടുത്തൊരു കല്യാണം കഴിച്ചിട്ട് സെറ്റിൽ ആവും. അല്ല മാത്രല്ല അതിപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇതൊക്കെ സഹിച്ചവര് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനും വലിയ ദുരന്തങ്ങളായിരിക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. പിന്നെ ഈ കുട്ടിയുടെ വേറൊരു ന്യൂസിൽ ഞാൻ കണ്ടത്, കുട്ടിയുടെ ഉപ്പ പെട്ടെന്നാണ് മരിച്ചത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലൈക്ക് ഒന്ന് ഡിപ്പെൻഡ് ചെയ്യണ്ട. അതായത് നമുക്കൊരു താങ്ങായിട്ട് നിൽക്കണം. അല്ലാതെ ചുമ്മാ കല്യാണം വരുമ്പോഴത്തേക്ക് ഓടിക്കേറി ഇന്റെ വീട്ടുകാർ ഇങ്ങനെയാ പറയുന്നത്, ഇന്റെ വീട്ടിൽ നിന്ന് ഇത്ര പവൻ ചോദിക്കുന്നുണ്ട്, ഇന്റെ വീട്ടിൽ കാറുണ്ടെങ്കിൽ കല്യാണം കഴിപ്പിക്കാൻ പറ്റുമല്ലേ? ആ ഒരു സെറ്റപ്പിലേക്ക് പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അല്ല, ഇത് താല്പര്യമുള്ളവരാണല്ലോ ഇത് ചോദിച്ചു വാങ്ങണേ അല്ലേ? ഇപ്പൊ വീട്ടുകാരെ കേസ് എന്ന് പറഞ്ഞാൽ എത്ര കാലം നമുക്ക് അവര് പഴഞ്ചരാണ്, അവര് പഴയ ആൾക്കാരാണ്, അവര് പണ്ടത്തെ പോലെയാണ്, ഇത് എത്ര കാലം പറയാൻ പറ്റും? ആണുങ്ങൾ നല്ല നട്ടലുള്ള ആണുങ്ങളായിട്ട് ഇങ്ങനെ നിക്കുക, അങ്ങനെയുള്ള പഴയ പഴഞ്ചൊല്ലൊക്കെ പഴയ പറയാ. വീട്ടുകാരൊക്കെ പഴഞ്ചനാണ്, അതുകൊണ്ട് അവർ ചോദിക്കണം ആ സിസ്റ്റം തന്നെ മാറിയിട്ട് ഇപ്പൊ കുറെ ആയിട്ടുണ്ട്. കാരണം വീട്ടുകാരെന്നെ അത് വേണ്ടെന്ന് വീട്ടുകാരുണ്ട്. അങ്ങനെ പറയുന്ന ഒരാൾ, അതായത് എന്റെ വീട്ടുകാർ ചോദിക്കാൻ ഒരു പഴഞ്ചനാണ് പറയുമ്പോൾ ഓൻ അവന്റെ വീട്ടിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഏത് ഓൻ അവിടെ പറയാൻ പറ്റില്ല, ഓൻ ഇത് ബാക്കിയുള്ളവരോട് പറഞ്ഞത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന പലരും ഉണ്ട്. എന്താണെങ്കിലും വെരി അൺഫോർച്ചുനേറ്റ് അല്ലേ? അതെ, എത്ര രൂപ കൊടുത്ത് പഠിച്ചു. ഇനിയിപ്പോ ഈ രൂപ കൊടുത്താലും എത്ര ആൾക്ക് അങ്ങനെ ഡോക്ടറായിട്ട് ഒരു PG ഒക്കെ എടുത്തിട്ട് മോളിക്ക് പോവാൻ പറ്റും? സോ അത് പൈസയുടെ എഫേർട്ടിനേക്കാൾ കൂടുതൽ അവരുടെ ഒരു അതായത് എഫേർട്ട് ഉണ്ടല്ലോ, അത് പഠിക്കാൻ എടുക്കുന്ന ഒരു എഫേർട്ട്, ആ പ്രൊഫഷനോടുള്ള താല്പര്യം, സ്നേഹം. പലരും ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ കമന്റ് ചെയ്തത് കണ്ടു, ഇവര് ഡോക്ടർ ആവാൻ എലിജിബിൾ അല്ല കാരണം ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ഇവര് അങ്ങനെയല്ല. നമ്മളെ ലൈഫിൽ ഓൾറെഡി ഉപ്പ മരിച്ചു, നമ്മളെ സ്വന്തം ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നാളെ നമുക്കൊരു എന്താ പറയാ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാള് തന്നെ നമ്മളെ തലയിൽ കയറി നിന്ന് പൈസയും കാറും ചോദിച്ചു കഴിഞ്ഞാൽ അവസ്ഥ നമുക്കൊരു അതെ, ആ ഒരൊറ്റ റീസൺ മതിയടി. ആ ഒറ്റ റീസണിന്റെ മുകളിൽ തന്നെ ആള് ഡൗൺ ആയി പോകും. പ്രൊഫഷനും പേഴ്സണൽ കാര്യങ്ങളും എന്തായാലും വേറെ വേണം. പക്ഷെ എന്നിരുന്നാലും നമുക്ക് പെൺകുട്ടികളോട് ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കണം ശരിക്കും പറഞ്ഞാല്. അതിനിടയിൽ കർമ്മ ന്യൂസ്, സഖാവ് ഡോക്ടർക്ക് വേണ്ടത് 150 പവനും 50 ലക്ഷം BMW കാറുന്നു. അപ്പൊ അതേ കർമ്മയിലാവുമ്പോ ഒരു സഖാവ് കൂട്ടിയിട്ട് അടിക്കാൻ നോക്കണ്. എന്ത് കർമ്മടോ ഇതൊക്കെ, കഷ്ടം. ഇനി ഇതൊന്ന് വായിക്കുന്നേ, ഡോക്ടർ സുൽഫി നൂന്റെ പോസ്റ്റാണ്.
നമ്പർ 11 നോട്ട് ഔട്ട്. അടുത്ത കാലത്തെ ഡോക്ടർമാരുടെ ആത്മഹത്യകളുടെ എണ്ണം കുതിച്ചു വരുന്നത് പകൽ പോലെ വ്യക്തം. എല്ലാ വിഭാഗങ്ങളിലും ഈ ഒരു പ്രവണത കൂടി വരുന്നുണ്ടെങ്കിലും ഡോക്ടർമാരുടെ സമൂഹത്തിൽ ഈ ഗ്രാഫ് കുതിച്ചു പോകുന്നതിൽ അസ്വാഭാവികതകൾ നിരവധി. 11 മരണങ്ങൾ ഈ കൊല്ലം മാത്രം. അറിയപ്പെടാത്ത ആത്മഹത്യ ശ്രമങ്ങൾ നിരവധി. ആത്മഹത്യകൾക്ക് ചെറുപ്രായമെന്നോ വാർദ്ധക്യമെന്നോ ഇല്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു. ആത്മഹത്യയിലേക്ക് തള്ളിവിടപ്പെടുന്നതിന് നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ജോലിയിലെ സ്ട്രെസ്, മാനസിക ശാരീരിക ഉല്ലാസങ്ങൾക്കുള്ള സമയക്കുറവ്, വ്യക്തിപരമായ ചലഞ്ചുകളെ നേരിടുന്നതിൽ പരാജയപ്പെടുന്ന മാനസികാവസ്ഥ, സമൂഹത്തിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഉണ്ടാകുന്ന അമിതമായ പ്രതീക്ഷ, അതിനൊപ്പം ഉയരാൻ കഴിയാത്ത അവസ്ഥ, ഏതാണ്ട് 8ാം തരം മുതൽ ആരംഭിക്കുന്ന എൻട്രൻസ് പരിശീലന പരിപാടികളുടെ അന്ത്യത്തിൽ കിട്ടുന്ന മെഡിക്കൽ സീറ്റ് കൂടുതൽ സ്ട്രെസ്സിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം, ശക്തമായ അടിത്തറയുള്ള കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെ നിരവധി കാരണങ്ങൾ. കൂടെ ആത്മഹത്യ പകരുന്ന സംവിധാനം ഒന്നുമല്ലെങ്കിലും പിയർ ഗ്രൂപ്പിലെ ആത്മഹത്യാ പ്രവണതകൾ ഗ്ലോറിഫൈ ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന തള്ളിക്കളയാൻ കഴിയാത്ത സ്വാധീനം. 11 നോട്ട് ഔട്ട് എന്നുള്ളത് അതിൽ തന്നെ നിലനിർത്താൻ ഡോക്ടർമാരുടെ സമൂഹത്തിനും മാത്രമല്ല പൊതുസമൂഹത്തിനും സർക്കാരിനും കുടുംബാംഗങ്ങൾക്കും തീർച്ചയായും ഉത്തരവാദിത്തമുണ്ട്. കഠിനമായി ശ്രമിക്കണം. ആദരാഞ്ജലികൾ. ഓക്കെ, അത് ഭയങ്കര ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലേ. അതായത് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ ചെറിയ പ്രൊസീജിയർ അല്ല, ഒരു ടൈം മുതൽ അങ്ങോട്ട് പ്രിപ്പറേഷൻ. അവരെ ഒരുപാട് കൂടുതൽ ആളുകളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും അവരൊരു ഡോക്ടറായിട്ടുണ്ടാവുക. ഒരു മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവരൊരു ചട്ടക്കൂടിലേക്ക് ഒതുങ്ങി കൂടുകയാണ്. പിന്നെ അതിൽ നിന്ന് അവർ പുറത്ത് വരും എപ്പോഴറിയോ, ഒരു 50 വയസ്സ് 45 വയസ്സാകുമ്പോൾ ഇപ്പൊ നഴ്സുമാരാണെങ്കിലും ഡോക്ടർമാരൊക്കെ ആണെങ്കിലും ഏത് മെഡിക്കൽ ഫീൽഡിലും അതെ അവരുടെ ഒരു പ്രൈം ടൈം നിങ്ങൾ കൂട്ടിക്കോ ഒരു 18 വയസ്സ് മുതൽ, അപ്പോഴൊക്കെ മുതൽ പ്രിപ്പറേഷൻ തുടങ്ങൂല്ലോ. അതിന് മുന്നേ ഓക്കെ, ഞാൻ പറയുന്നൊരു 18-20 മുതൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകള് 25 കൊല്ലം അവർ ആ ഷെല്ലിനകത്ത് കിടക്കും. ഫ്രണ്ട്സ് ഇല്ല, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഡോക്ടേഴ്സ് തന്നെയാവും. അപ്പൊ അവിടെ പ്രൊഫഷൻ മാത്രം സംസാരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അതിന് എത്ര ഡോക്ടർമാരുണ്ട് ആഴ്ചയിൽ എല്ലാ ദിവസവും വർക്ക് ചെയ്യണ ഒരു ക്ലിനിക്ക്, ഹോസ്പിറ്റല്, മറ്റേ ഹോസ്പിറ്റലിൽ. അങ്ങനെ ആവുമ്പോ എന്താ അറിയോ, അങ്ങനെയൊക്കെ ആവുമ്പോ അവർക്ക് സൊസൈറ്റിയോടുള്ള ഒരു ഇത് പോയി കിട്ടും, സൊസൈറ്റിയോടുള്ള ഒരു സ്നേഹം പോകും. വെറും പൈസക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആർത്തി പിടിച്ചുള്ള പോക്കുമായി ആയി മാറും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർക്ക് വില ഇടുന്നത് ഇത്രയാണ്, 50 പവനും കാറും ഒക്കെയാണ് ഒരു ഡോക്ടർക്ക് വില. ഒരു ഡോക്ടർക്ക് ഇടുന്ന വിലയാണ്, ഒപ്പം പഠിച്ച് സ്നേഹിച്ചവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന വിലയാണത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വിവാഹ മാർക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഈ അറേഞ്ച് മാരേജിലൊക്കെ ഈ മാർക്കറ്റ് ഉണ്ടാക്കി വെക്കുകയാണ്. ഒരു ഡോക്ടർക്ക് എത്ര, ഒരു വക്കീലിന് എത്ര കിട്ടും, ഒരു എഞ്ചിനീയർക്ക് എത്ര കിട്ടും, സർക്കാർ ഉദ്യോഗസ്ഥന് എത്ര കിട്ടും. അതെ, സർക്കാർ ഉദ്യോഗസ്ഥനെ വേണം, മെയിനായിട്ട് വേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥർ. പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യം പറയുമ്പോ തന്നെ ബ്രോക്കറെ പറയും, ആദ്യം ബ്രോക്കർമാറിനെ കയറി പറയും. ഈ സിസ്റ്റം ഒക്കെ മാറണേ, 2 മനുഷ്യന്മാർ തമ്മിൽ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മനസ്സിനെ പൊരുത്തുണ്ടെങ്കിൽ അവർ കല്യാണം കഴിക്കും, അവരിഷ്ടമുണ്ടെങ്കിൽ അവർ കഴിക്കും. പിന്നെ ഇതേപോലെ അതിനിടയിൽ പൈസ കണ്ടിട്ട് ഒരാളോ അല്ലെങ്കിൽ നമ്മളെ മുതലെടുക്കാനോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് എൻഡ് ചെയ്യുക എന്നുള്ളതിനും കൂടുതലായിട്ട് നമ്മൾ ആ റിലേഷൻ കട്ട് ചെയ്ത് മൂവ് ഓൺ ചെയ്യാം. നമുക്ക് എത്രയോ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മെന്റലി പ്രിപ്പയർ ആക്കാൻ നമ്മൾ ശരിക്കും പെൺകുട്ടികളോട് അതിന് വേറെ പെണ്ണ് ആണ് മെലഡി, അതിന് നല്ല ഫ്രണ്ട്ഷിപ്പ് വേണം, നല്ല ബോണ്ട് റിലേഷൻ വേണം. ഇപ്പൊ വീട്ടിലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെയൊക്കെയാണ് ഇവർക്കൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അധികം വളരെ കമ്മിയാവും. നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ. അതെ, അവിടേക്ക് ഈഗോ വർക്ക്ഔട്ട് ചെയ്യണ സംസാരിക്കുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. കൂട്ടത്തില് സ്ട്രെസ്, പഠിത്തത്തിന്റെ സ്ട്രെസ്സും കാര്യങ്ങളും. ഞാൻ 2 ദിവസം ഇന്നലെ ഇട്ട വീഡിയോനകത്ത് പോലീസുകാരുടെ ഇടയിൽ ഇങ്ങനെ പ്രവണത കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ്. സ്ട്രെസ് ഭയങ്കര ഫാക്ടറാണ്. പിന്നെ ജോലിയും ശമ്പളം അതൊക്കെ ഒരു വേറൊരു സംഗതി. അതായത് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ സക്സസ്ഫുൾ ആവും. പക്ഷെ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെ എടുത്ത് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് പോലീസുകാരൊക്കെ എടുത്ത് നോക്കുമ്പോൾ വേറെ വഴിയില്ല. അപ്പൊ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മുട്ടക്കകത്തിരിക്കുന്ന മാതിരിയാ, പൊളിച്ചു വരാൻ ഭയങ്കര പാടാ പുറത്ത്. അപ്പൊ എന്താ പറയാ, നമ്മള് മെന്റലി ഫിസിക്കലി പ്രിപ്പയർ ആയിട്ടിരിക്കുക, അതാ നല്ലത്. പിന്നെ നമ്മളെ എൻവയോൺമെന്റിൽ കൊണ്ടു കിടക്കുന്ന ആൾക്കാരൊക്കെ ഏകദേശം നമ്മളതേ മൈൻഡ് സെറ്റിൽ എന്ത് വന്നാലും നമ്മളൊപ്പം നിൽക്കുന്ന ആളുകളൊക്കെ ആയിട്ട് കൊണ്ടുപോയാൽ ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. ഈ പറഞ്ഞ പോലെ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ തോന്നും. ഒറ്റ മിനിറ്റിലാണല്ലോ എല്ലാവർക്കും ഒന്നാമത് ഈ കുട്ടീന്റെ ഫാമിലി ഇഷ്യൂസും. അതെ, ഫാമിലി ഇഷ്യൂസും. പിന്നെ ഇങ്ങനത്തെ സമയങ്ങളിൽ ഭയങ്കര ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ലാതെ ആകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് തീരുമാനം വരുള്ളൂ മനസ്സിൽ. എന്താണെങ്കിലും ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. മണ്ടത്തരം എന്നേ പറയാനുള്ളൂ ഇതിന്, അത് കാണിക്കാതിരിക്കുക. അവരുടെ ഫാമിലിക്ക് പോയി കുട്ടീന്റെ. അല്ല, നാളെ സൊസൈറ്റിക്കും പോയി, പഠിച്ചു പുറത്തേക്ക് നല്ലൊരു ഡോക്ടറും പോയില്ലേ. അപ്പൊ എന്താണെങ്കിലും സ്ത്രീധനം എന്ന് പറഞ്ഞ സാധനം ചോദിക്കാതിരിക്കുക, പിടിച്ചു പറിക്കാതിരിക്കുക. അല്ലെ, പിടിച്ചു പറിക്കാതെയും ചോദിക്കാതിരിക്കുക. നിങ്ങൾക്ക് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾ വില ഇടാതിരിക്കുക. അതെ, അല്ല, നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുത്തോ. ഞാൻ പറയുന്നത് അങ്ങനെ. ചില പാരന്റ്സിനൊക്കെ എന്റെ മകൾക്ക് ഇത്ര കൊടുക്കണം, എന്റെ മകന് ഇത്ര വേണം എന്നൊക്കെ ഉണ്ടാവും. ഈ മകന് വേണം എന്നുള്ളത് ഒഴിവാക്കുക.
ഇത് മകക്ക് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുത്തു. അതൊക്കെ നിങ്ങളെ ഇഷ്ടങ്ങളാണ്. ചോദിച്ചു വാങ്ങാതിരിക്കുക. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ പേരിൽ തന്നെ കിടന്നോട്ടെ. ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് എത്ര ഇതുണ്ടാവുന്നില്ല. അവരൊക്കെ സ്വന്തം എത്ര പേരുണ്ട് സ്വന്തം വീട് പണയം വെച്ചിട്ട് മക്കൾക്ക് ഇത് കൊടുക്കുന്ന. പിന്നെ എന്താ പറയുക, ഒരു ചില നാട്ടിൽ ഇതൊരു സിസ്റ്റമാണ്. അതായത് അപ്പുറത്തെ വീട്ടിൽ 100 പവന് പോയി, എന്നാൽ എന്റെ വീട്ടിൽ 150 പവന് പോകണം. ഒരു ഷോ കാണിക്കാനാണ് അതൊക്കെ. അല്ല, അങ്ങനത്തെ സമയങ്ങളിലാണ് ഒന്നുമില്ല ആ കല്യാണം കഴിക്കാൻ പോണ പയ്യന് ഒരു അവസരം കിട്ടണത്. അവിടെ കാണിക്കണം ആ പയ്യന് അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു വലിയ പാരന്റ്സിന്റെ വലിയൊരു പ്രശ്നം സോൾവ് ആവും. അവിടെയും പറയും പക്ഷേ നിനക്ക് ഇത്ര കിട്ടില്ലേ, ഈ പണിക്ക് പോയിട്ടല്ലേ. ഇതൊക്കെ പാരന്റ്സ് മാത്രമല്ല കേട്ടോ, കുറെ കുടുംബക്കാരും ഉണ്ടാവും. ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞ ചള്ളക്കടി കിട്ടാത്ത കുറെ കുടുംബക്കാരുണ്ട്. സമൂഹത്തിനൊക്കെ ഭയങ്കര പങ്കുണ്ടാവും. കുറെ പല്ലുകുത്തി ടീം ഉണ്ടാവും. അല്ല, കാലം എത്ര പുരോഗമിച്ചു പറഞ്ഞാലേ ഒരു കല്യാണം കഴിഞ്ഞ് ചിലപ്പോ പുറത്തിറങ്ങുമ്പോ ആകെ 2 വാളയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. ഇഷ്ടം പോലെ ടീം ഉണ്ടാവും. അപ്പം തരാം 3 ഒരു അറ്റ കുത്തു അയിവണ് തീരണം. അത് സൈഡായിട്ട് മെല്ലെ വിളിച്ചോണ്ട് ചള്ളക്ക് ഒരറ്റ പൊട്ടിക്കില്ല, ടപ്പേന്ന് പറഞ്ഞിട്ട് ഒന്നാണ് കൊടുക്കും അവിടെ തീർക്കണത്. ആണെങ്കിലും പോയവർക്ക് പോയി അല്ലേ, ഇനിയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അതെ.